നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പുരുഷനെ കൃത്യമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒന്നാമതായി പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് ഐ റെസ്പെക്ട് യു. ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ പറയുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ്, പക്ഷേ ഒരുപാട് ഇന്നർ മീനിങ്സും അല്ലെങ്കിൽ ഒരുപാട് ഗുഡ് ഫീലും നൽകാൻ കഴിയുന്ന ഒരു വാക്കുകൂടിയാണ് ഇത്. ഇനി രണ്ടാമതായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐ ബിലീവ് ഇൻ യു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസമാണ്, നിന്നെ കൊണ്ട് കഴിയും എന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ ഇത് പല സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഓൾറെഡി ഒരു പരാജയമൊക്കെ നേരിട്ട് ഇരിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് യു മേക്ക് മീ ഫീൽ സേഫ്. അഫ്കോഴ്സ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു റിലേഷൻഷിപ്പിന്റെ അടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സേഫ്റ്റി പരസ്പരം ഫീൽ ചെയ്യുന്ന സമയത്താണ്. ഇത് പല ഫാക്ടേഴ്സിൽ നിന്നും ഉണ്ടാകുന്നതാണെങ്കിൽ കൂടി നമുക്കറിയാം ആ ഒരു ഇമോഷണൽ സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി നമുക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഐ അപ്രീഷിയേറ്റ് യു. പല രീതിയിൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അപ്രീസിയേഷൻ നൽകാൻ സാധിക്കും. ഒരു വലിയ അച്ചീവ്മെന്റ് നേടട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യം നടത്തി വരട്ടെ, അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാം എന്ന രീതിയിലല്ല. അവരെടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഗുഡ് ഫീൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫേവറായി മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.